ഗൈസ്, നാളെ എൻ്റെ +2 റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരോടും അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ചോദിക്കാം. എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, കാരണം എക്സാം പാടായിരുന്നു, പിന്നെ ഞാൻ അങ്ങനെ പഠിച്ചതുമില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് ചോദിക്കാം. നാളെ എന്ത് പ്രത്യേകത? നാളെ വ്യാഴാഴ്ച. എല്ലാരും എന്ത് പ്രത്യേകത? അത് നാളെ നാളെ തീരുമാനിക്കും മുത്തിനെ എന്ത് ചെയ്യണം എന്നുള്ളത്. അമ്മയുടെ എക്സ്പെക്റ്റേഷൻ പറ. റിസൾട്ട് എന്റെ പൊന്നു മോളെ, എനിക്ക് നിന്റെ പഠിത്തവും എഴുത്തും ഒക്കെ കണ്ടിട്ട് ഭയങ്കര പ്രതീക്ഷയിലിരിക്കുവാ ഞാൻ. ഒരു പ്രതീക്ഷയില്ല? ഒരു പ്രതീക്ഷയില്ല. എന്താ പറയാ, ഇത് തന്നെ പിന്നെ അടി തരുമ്പോ തടസ്സം പിടിക്കാൻ നിക്കാന്ന് കരുതി ഇന്നേ വന്ന് നിൽക്കുന്നു. നേരത്തെ തടസ്സം പിടിക്കാൻ എല്ലാരും വന്ന് ലാസ്റ്റ് സപ്പറും കൊടുത്ത് ഇരുത്തിയിരിക്കുക. നാളെ അറിയാം എന്തുവാന്ന്. അമ്മച്ചമ്മ എന്തുവാ ഒരു ഇത് പറ. എന്റെ മോക്ക് നല്ല മാർക്ക് കിട്ടി ജയിക്കണേന്നാ എന്റെ വിചാരം. പക്ഷെ ഇനി എന്തോ സംഭവിക്കുന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ എന്താ പറ്റുമേ. വെളുപ്പം കാലത്ത് എണീക്കത്തില്ല, ട്യൂഷന് പോകത്തില്ല, ഉറക്കം. ഇനി ചേട്ടന്റെ എക്സ്പെക്ടേഷൻ പറ. പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ എവിടെ വീട്ടിൽ ജോലിക്ക് വിടണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. എന്താണ് അവള് നോക്കിക്കുക. അവള് ഇതാണ് 10ൽ എക്സാമിന് ഇതേണൊക്കെ കാണിച്ചത്. ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് 8 A+ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതിലും ഇത് തന്നെയാ നടക്കാൻ പോകുന്നത്. ഇതില്ലെങ്കിൽ എന്തുവാ പെട്ടിയറ. ഇതിനത്രയും പ്രതീക്ഷ എനിക്കില്ല. പപ്പ എന്റെ അടുത്ത് പറഞ്ഞ എന്തുവാ, മേക്കോൺ NDRPC ഒരു സീറ്റ് ഒഴിവുണ്ടോ ചോദിക്കാൻ പറഞ്ഞു. എല്ലാം മുത്ത് കഷ്ടപ്പെട്ട് ഇത്രയും പഠിച്ചിട്ട് ആ ടീച്ചർമാര് മാർക്ക് കൊടുത്തില്ലെങ്കിലേ മുത്ത് തോക്കത്തുള്ളൂ. അത്ര എനിക്ക്. പിന്നെ അമ്മ എനിക്ക് ചിന്തിക്കാൻ വയ്യ. 4 മണിക്ക് 3 മണിക്ക് ഒരു കുഞ്ഞെണീറ്റിരുന്ന് പഠിക്കുന്നതും ആ ടീച്ചർമാര് മാർക്ക് കൊടുത്തില്ലെങ്കിലേ മുത്ത് തോക്കത്തോളൂ. ഒരാളുടെ എക്സ്പെക്ടേഷൻ കൂടെ. മീനാക്ഷി പറയടി എക്സ്പെക്ടേഷൻ എന്റെ റിസൾട്ടിന്റെ. റിസൾട്ട് മാർക്ക് എനിക്ക് അറിഞ്ഞൂടാ. പറ, എല്ലാരും ഓരോ കാര്യം പറഞ്ഞ്. കുഴപ്പമില്ല, നല്ല മാർക്ക് കാണത്തില്ല എന്തായാലും. ചേട്ടന് പിന്നെ അറിയത്തില്ല. ചേട്ടൻ ഞാൻ ജയിക്കുവോ? ജയിക്കത്തില്ലേ ഞാൻ? എന്താ ചേട്ടനെ ഉള്ള എന്താ ഇങ്ങനെ പറഞ്ഞത്? അല്ല, ജയിക്കും. മാർക്ക് 1-2 കുറവായിരിക്കും. 1-2 2 സബ്ജക്റ്റിന്റെ 1-2 സബ്ജക്റ്റ് കുറവായിരിക്കും. ബൈ.